innal hamdalillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu ashhadu an la ilaha illallah واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير سنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم وإياي أولا بتقوى الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക പരിപാലകനായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രവാചകചര്യ, തെറ്റും ശരിയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒരു സമുദായത്തെ നന്നാക്കാനും അവരെ തൗഹീദ് പഠിപ്പിക്കാനും അല്ലാഹു തആല ഭൂമി ലോകത്തേക്ക് പ്രവാചകന്മാരെ നിയോഗിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് പ്രവാചകന്മാർ വരാത്ത ഒരു സമുദായവും നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടില്ല എന്ന്. ആ പ്രവാചക പരമ്പരയിലെ അവസാനത്തെ നബിയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അന ഖാതമുൻ നബിയ്യീൻ ലാ നബിയ്യ ബഅദി. പ്രവാചക പരമ്പരയിലെ അന്തിമനാണ് ഞാൻ, എനിക്ക് ശേഷം ഇനി ഒരു പ്രവാചകൻ നിങ്ങളിലേക്ക് വരാനില്ല എന്ന്. 40-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി മരണപ്പെടുന്നത് തന്റെ 63-ാമത്തെ വയസ്സിലാണ്. 23 വർഷക്കാലത്തെ പ്രവാചക ജീവിതത്തിലൂടെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട എല്ലാവിധ നന്മകളും, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട എല്ലാവിധ തിന്മകളെയും, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട എല്ലാവിധ ഇസ്ലാമിക മര്യാദകളും നമ്മെ പഠിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുള്ളത്. തന്റെ 23 വർഷക്കാലത്തെ പ്രവാചക ജീവിതത്തിലൂടെ അദ്ദേഹം പ്രവാചകത്വം അല്ലാഹു തആല ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുകയുണ്ടായി. ആ പ്രവാചകനിലുള്ള വിശ്വാസം അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ് എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ റസൂലിൽ
ഒരാൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അയാളുടെ ഈമാൻ പരിപൂർണമാവുകയില്ല എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ലാ യുഅ്മിനു അഹദകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഒരാൾക്ക് തന്റെ മാതാപിതാക്കളെക്കാൾ, തന്റെ മക്കളെക്കാൾ, മറ്റു സ്വത്തുക്കളെക്കാൾ ഏറെ ഒരാൾ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നതുവരെ അയാൾ വിശ്വാസിയാവുകയില്ല എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കുക, അതേപോലെ തന്നെ ആദരിക്കുക, സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ മേലുള്ള ബാധ്യതയാണ് എന്ന്. എങ്ങനെയാണ് ഒരു മുസ്ലിം പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? അതും പ്രമാണങ്ങൾ വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിയാണ് നമ്മളെങ്കിൽ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ചര്യകൾ, ഹദീസുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആരെങ്കിലും എന്റെ ചര്യയെ അഥവാ സുന്നത്തുകളെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ, അതിനെ പിൻപറ്റിയാൽ അവനുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ ഉമ്മത്തിലെ എല്ലാ ആളുകളും സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. എന്റെ ഉമ്മത്തി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അതിൽ പെട്ടു. എന്റെ ഉമ്മത്തിലെ എല്ലാ ആളുകളും സ്വർഗത്തിലേക്ക് പ്രവേശിക്കും, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവർ ഒഴികെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, വമൻ യഅബാ യാ റസൂലല്ലാഹ്, പ്രവാചകരെ ആരാണ് ഈ വിസമ്മതിച്ചവർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന, ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ, എന്റെ സുന്നത്തുകളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പരമാവധി തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. വമൻ അസാനി ഫഖദ് അബാ, ആരെങ്കിലും എന്റെ ചര്യകളോട്, എന്റെ സുന്നത്തുകളോട് വിമുഖത കാട്ടിയാൽ അവരാണ് വിസമ്മതിച്ചവർ, അവർ ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ, ചര്യകളെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അവർക്കുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ച ആളുകളെ, അത്തിഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, വഅതിഉർ റസൂൽ, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കണമെന്ന്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന്. അല്ലാഹനെ മാത്രം അനുസരിച്ചാൽ പോരാ, കൂടെ തൊട്ടടുത്തായി വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ നമ്മെ പഠിപ്പിച്ചത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന്. പ്രവാചക ചര്യയെ സ്നേഹിക്കുക, പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേട്ടാൽ സ്വലാത്ത് ചൊല്ലണമെന്ന്. ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അൽ ബഖീലു മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, ഏറ്റവും വലിയ പിശുക്കൻ എന്ന് പറഞ്ഞാൽ എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് എന്ന്. വേറെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തവൻ എന്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവനാണ് എന്ന്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. സത്യവിശ്വാസികളായ ആളുകളെ, അല്ലാഹുവും അതേപോലെ തന്നെ അവന്റെ മലക്കുകളും പ്രവാചകരുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു, അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചൊല്ലുക. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകരുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അവന്റെ കാരുണ്യവും അതേപോലെ തന്നെ അനുഗ്രഹവുമാണ്. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ പാപമോചനത്തിന്റെ പ്രാർത്ഥനയും നന്മക്ക് വേണ്ടി, പ്രവാചകന്റെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കലുമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹത്തിനും നന്മക്കും വേണ്ടി പ്രാർത്ഥിക്കലാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ. ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലപ്പെടുമെന്നാണ്. മാത്രവുമല്ല, ഹദീസുകളിൽ സ്വലാത്ത് ചൊല്ലേണ്ട സന്ദർഭങ്ങൾ വരെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒന്ന്, എല്ലാ നമസ്കാരത്തിലും അവസാനത്തെ അത്തഹിയ്യാത്തിൽ തശഹുദിന് ശേഷം എന്ത് ചെയ്യണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സ്വലാത്ത് ചൊല്ലണം. ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് മുമ്പായി സ്വലാത്തുകൾ ചൊല്ലുക. അതേപോലെ തന്നെ മയ്യത്ത് നമസ്കാരത്തിൽ രണ്ടാമത്തെ തക്ബീറിന് ശേഷം നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 10 സ്വലാത്ത് ചൊല്ലൽ വളരെ വലിയ പുണ്യമുള്ള കാര്യമാണ്. ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത്. ആ വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ സ്വലാത്ത് ചൊല്ലേണ്ട സന്ദർഭങ്ങളിൽ വരെ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് സാധിക്കണമെന്ന്. അത് പ്രവാചകരോടുള്ള സ്നേഹമാണ്, ആദരവാണ്, ബഹുമാനമാണ് എന്ന് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, സ്വഹാബത്തായ ആളുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, തന്റെ മാതാപിതാക്കളെക്കാൾ, സ്വന്തം ജീവനേക്കാൾ ഏറെ പ്രവാചകരെ സ്നേഹിച്ചവരായിരുന്നു സ്വഹാബത്ത് എന്ന് ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക പ്രബോധന ചരിത്രത്തിൽ ഇത്രയേറെ പീഡനങ്ങൾ സഹിച്ച മറ്റൊരു സ്വഹാബി ഉണ്ടായിട്ടില്ല എന്ന്. ശത്രുക്കളായ ആളുകൾ അദ്ദേഹത്തെ വലിയൊരു തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ സന്ദർഭത്തിൽ ശരീരത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് ശത്രുക്കളായ ആളുകൾ ഖുബൈബ് റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുകയാണ്, നിനക്ക് പകരം നിന്റെ സ്ഥാനത്ത് മുഹമ്മദിനെ കൊണ്ടുവരുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഈ സന്ദർഭത്തിൽ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അത്രത്തോളം സ്വഹാബത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നു എന്ന്. തന്റെ പ്രവാചകന്റെ ശരീരത്തിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും സ്വഹാബത്ത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സമയത്ത് മദീനയിലൂടെ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ആരെങ്കിലും എന്റെ പ്രവാചകൻ മരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ തലയെ ഈ വാളിൽ ഞാൻ ഇരയാക്കുന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന വാർത്ത അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അത്രത്തോളം സ്വഹാബത്ത് പ്രവാചകനെ സ്നേഹിച്ചിരുന്നു. മഹാനായ തുൽഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉഹുദ് യുദ്ധത്തിന്റെ സമയം ശത്രുക്കളായ ആളുകൾ പ്രവാചകരെ തെരഞ്ഞു പിടിച്ചുകൊണ്ടാക്കുകയാണ്. ഞങ്ങൾ കുറച്ച് സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുറ്റും ഒരു വലയം തീർത്തു. പിന്നീട് വരുന്ന ഓരോ അമ്പുകളും ഓരോ ആണികളും തറച്ചിരുന്നത് ഞങ്ങളുടെ ശരീരത്തിലാണ്. ഒന്ന് മാറിയിരുന്നെങ്കിൽ ഞങ്ങൾ അന്ന് ആഗ്രഹിച്ചു പോയി. പക്ഷേ ഞങ്ങൾ മാറിയാൽ പിന്നീട് വരുന്ന ഓരോ അമ്പും തറക്കുക ഞങ്ങളുടെ പ്രവാചകരുടെ ദേഹത്താണ്. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ 100 കണക്കിന് ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം എല്ലാവർക്കും അറിയുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പിന്നീട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്തിട്ടില്ല. ഒരു ദിവസം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഭാഗമെത്തിയപ്പോൾ പ്രവാചകരുടെ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നിട്ട് ആ ബാങ്കൊലി പൂർത്തിയാക്കാൻ കഴിയാതെ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പിൻവാങ്ങിയെന്ന ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ പ്രവാചകരുടെ ചര്യകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി
പ്രവാചക സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കി ജീവിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഉള്ളത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഈ റബീഉൽ അവ്വൽ മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഏറ്റവും കൂടുതൽ ഇസ്ലാമിന്റെ പേരിൽ ബിദ്അത്തുകൾ നടക്കുന്ന ഒരു മാസമാണ്. പല മഹല്ലുകളിലും ലക്ഷക്കണക്കിന് സംഖ്യകൾ പ്രവാചക സ്നേഹം എന്ന പേരിൽ പൊടിച്ചു കളയുന്ന ഒരു മാസം കൂടിയാണ് റബീഉൽ അവ്വൽ മാസം എന്നുള്ളത്. ഈ മാസത്തിന് ഒരു പ്രത്യേകതയും ഹദീസുകളിലോ വിശുദ്ധ ഖുർആനിലോ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. വെള്ളിയാഴ്ച ദിവസത്തിന് പ്രത്യേകത ഉണ്ട്. വിശുദ്ധ റമദാൻ അതൊരു മാസമാണ്, അതിന് പ്രത്യേകതയുണ്ട്. ലൈലത്തുൽ ഖദ്ർ ഒരു പ്രത്യേകമായ സമയമാണ്, അതിന് പ്രത്യേകത ഉണ്ട്. എന്നാൽ റബീഉൽ അവ്വൽ മാസത്തിന് ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട ഒരു ഹദീസോ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തോ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ജന്മദിനവും ചരമദിനവും ആഘോഷിക്കുക എന്നുള്ളത് ജൂതന്മാരുടെ ലക്ഷണമാണ്. അവർ അവരുടെ പ്രവാചകന്മാരുടെ ജന്മദിനവും അതേപോലെ തന്നെ ചരമദിനവും വലിയ ആഘോഷമാക്കി ജൂതന്മാരായ ആളുകൾ കൊണ്ടാടിയിരുന്നു എന്ന്. ബർത്ത്ഡേ അത് ആരുടെ, നമ്മുടെ മക്കളുടേതായാലും ഇസ്ലാമിൽ ബർത്ത്ഡേ ആഘോഷിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു ചര്യ പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നില്ല. മാത്രവുമല്ല റബീഉൽ അവ്വൽ മാസം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഫാത്തായ മാസം കൂടിയാണ്. അങ്ങനെ പറഞ്ഞാൽ മദീന കരഞ്ഞ മാസം കൂടിയാണ് യഥാർത്ഥത്തിൽ റബീഉൽ അവ്വൽ മാസം. ഇനി നബി സ്നേഹം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക മാസത്തിൽ നടപ്പിലാക്കേണ്ട ഒരു കാര്യമല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ കാര്യങ്ങളിലും എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നത് വരെ പ്രവാചക ചര്യ, അത് എല്ലാ ദിവസവും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അതിനു വരെ നന്മയുണ്ട്, അതിനുവരെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പുണ്യമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. പ്രവാചക സ്നേഹം ഒരു മാസത്തിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട ഒന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രവാചകനായിട്ട് 23 വർഷക്കാലം ജീവിച്ചു. 22 ജന്മദിനങ്ങൾ കടന്നുപോയി. ഇന്ന് എന്റെ ജന്മദിനമാണ്, നിങ്ങൾ ആഘോഷമാക്കുക, അതിന് നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എവിടെയും പറഞ്ഞിട്ടില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന വരെ പഠിപ്പിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഫാത്തായത്. ഇതൊരു പുണ്യമാണ് എങ്കിൽ എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല? പ്രവാചകർ കരളിന്റെ കഷ്ടമാണ് എന്ന് പറഞ്ഞ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒറ്റ ജന്മദിനം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആഘോഷിച്ചിട്ടില്ല എന്ന്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഏറ്റവും അവസാനം മരിക്കുന്നത് ആയിഷ ബീവിയാണ്. ആ ആയിഷ ബീവി ഒരു ജന്മദിനം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഘോഷിച്ചതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. 4 ഖലീഫമാർ 30 വർഷത്തോളം അവർ മുസ്ലിം സമുദായത്തിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 30 കൊല്ലമാണ് ഇവർ ഭരിച്ചത്. ആ 30 കൊല്ലത്തിൽ ഒരു വർഷം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന് ഒരു പ്രത്യേകതയുള്ളതായി അവർ കണ്ടിട്ടില്ല എന്ന്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ റബീഉൽ അവ്വൽ 12 ആയാൽ ആഘോഷങ്ങൾ, അതേപോലെ തന്നെ പ്രത്യേകമായ മജ്ലിസുകൾ, പ്രോഗ്രാമുകൾ, ജാഥകൾ, മധുര പലഹാര വിതരണങ്ങൾ ഒക്കെ ഇസ്ലാമിന്റെ പേരിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ആലോചിച്ചു നോക്കുക. ഇത് വിമർശിക്കാനും കുറ്റം പറയാനുമല്ല, മറിച്ച് ഇത്തരം ആഘോഷങ്ങൾ, ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ബിദ്അത്തുകൾ അത് പ്രമാണങ്ങളിൽ ഉള്ളതാണോ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പരിശുദ്ധ ഇസ്ലാമിൽ ഒരു നന്മ നിർമ്മിക്കാനുള്ള അവകാശം അല്ലാഹുവിനും റസൂലിനും മാത്രമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് അനാചാരങ്ങൾ, ബിദ്അത്തുകൾ ഓരോ പ്രദേശങ്ങളിൽ പോകുമ്പോൾ വ്യത്യസ്ത രൂപത്തിലുള്ളത് നമുക്കൊക്കെ കാണാൻ സാധിക്കും. ഈ ഒരു സന്ദർഭത്തിൽ ഒരു വിശ്വാസിയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ
ഇത് വിശുദ്ധ ഖുർആനിലുണ്ടോ ഹദീസുകളിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഹദീസുകളെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക, പരമാവധി സ്വലാത്തുകൾ അധികരിപ്പിക്കുക. അങ്ങനെയാണ് ഒരു മുസ്ലിം പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. ആ ഒരു ചര്യയാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ആ രൂപത്തിലുള്ള പ്രവാചക സ്നേഹത്തിന്റെ അനുയായികളായി നമ്മൾ മാറുക. അള്ളാഹു നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത്. സൂറത്തുൽ ഫാത്തിഹ മനപ്പാടമില്ലാത്ത ഒരാളെയും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 17 തവണ ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന ഒരേ ഒരു സൂറത്ത് അത് സൂറത്തുൽ ഫാത്തിഹയാണ്. ഫാത്തിഹയ്ക്ക് വേറെയും ഒരുപാട് പേരുകൾ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തു സ്വലാത്ത്, ഉമ്മുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്ത് ഏതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് നൽകിയ മറുപടി സൂറത്തുൽ ഫാത്തിഹയാണ് എന്നാണ്. വേറൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അള്ളാഹു ഇറക്കിയ മറ്റു ഗ്രന്ഥങ്ങളായ ഇഞ്ചീൽ, അതേപോലെ തന്നെ തൗറാത്ത്, സബൂർ, ആ ഗ്രന്ഥങ്ങളിലൊന്നും സൂറത്തുൽ ഫാത്തിഹയുടെ പോലെയുള്ള ഒരു സൂറത്ത് അത്തരം ഗ്രന്ഥങ്ങളിൽ ഇല്ല എന്നാണ്. മാത്രവുമല്ല, അള്ളാഹു പ്രവാചകർക്ക് പ്രത്യേകമായി നൽകിയിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറഞ്ഞു, 2 കാര്യങ്ങൾ വേറൊരു പ്രവാചകനും നൽകിയിട്ടില്ല എന്നാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ചോദിച്ചു, മറ്റു പ്രവാചകന്മാർക്ക് നൽകാത്ത, എനിക്ക് മാത്രം നൽകിയിട്ടുള്ള 2 കാര്യങ്ങൾ ഏതാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിന് മറുപടിയായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഒന്ന് സൂറത്തുൽ ഫാത്തിഹയാണ്, രണ്ടാമത്തത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകളാണ്. ഈ 2 ആയത്തുകളും സൂറത്തുൽ ഫാത്തിഹയും ഒരാൾ പാരായണം ചെയ്യുമ്പോൾ അതിലെ ഓരോ വാക്കിനും അവന്റെ പ്രാർത്ഥന പോലെയാണ്. യഥാർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രാർത്ഥന പോലെയാണ്. മലക്കുകൾ അതിന് ആമീൻ പറയും. വേറൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഒരാള് സംഘടിതമായിക്കൊണ്ട് ജമാഅത്തായിട്ട് നമസ്കരിക്കുകയാണ്. അങ്ങനെ ഇമാം ഉറക്കെ ഓതുന്നു. അങ്ങനെ ഇമാമിന്റെയും കൂടെ നിൽക്കുന്ന ആളുകളുടെയും ആമീൻ പറയുന്നത്, അഥവാ ഫാത്തിഹ പാരായണം ചെയ്തിട്ട് ഒരുമിച്ച് അവർ ആമീൻ പറഞ്ഞാൽ അത് കഫാറത്താണ് എന്ന്. അങ്ങനെ പറഞ്ഞാൽ ആ ജമാഅത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെയും ചെറിയ ചെറിയ പാപങ്ങൾ ആ ഒരു സൂറത്തിലൂടെ ആമീൻ പറയുന്നതിലൂടെ അല്ലാഹു തആല അയാൾക്ക് പുറത്തു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് ഏറ്റവും മഹത്വമേറിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത്. അതിന്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരു ദിവസം എല്ലാ നിസ്കാരത്തിലും എല്ലാ റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നു. ആ സൂറത്തുൽ ഫാത്തിഹയുടെ സാരം
അതിന്റെ പരിഭാഷ, അതിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന ഒരു പഠനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എല്ലാവർക്കും, നമ്മളൊക്കെ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആളുകളാണ്. ജസ്റ്റ് ഫാത്തിഹയുടെ മഹത്വം എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ തന്നെ ഒരുപാട് വിശദീകരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട മലയാളത്തിലുള്ള ഹദീസുകൾ, ഫാത്തിഹയുടെ അർത്ഥം, അതിന്റെ വിശദീകരണം എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഒരു ആവർത്തി നമ്മൾ വായിക്കുക എന്നുള്ളത്. അമാനി മൗലവിയുടെ സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണങ്ങൾ, അതിന്റെ ഓരോ പദത്തിന്റെ അർത്ഥം, അൽഹംദു എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ ഇഹ്ദിന എന്ന് പറഞ്ഞാൽ എന്താണ്, മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വലിയ പുണ്യമുള്ള കാര്യം. മാത്രവുമല്ല, ഫാത്തിഹ ഇല്ലാതെ ഒരു റക്അത്ത് പരിപൂർണമാകൂല. നമ്മൾ നിസ്കാരത്തിന് വേണ്ടി വന്നു, അങ്ങനെ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്, അങ്ങനെ റുക്കുവിലേക്ക് പോയിട്ട് നമുക്ക് ഫാത്തിഹ കിട്ടിയിട്ടില്ലെങ്കിൽ ആ റക്അത്ത് പരിപൂർണമാവുകയില്ല എന്ന്. ഫാത്തിഹ ലഭിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു റക്അത്ത് പരിപൂർണം. അത്രയും മഹത്വമുള്ള കാര്യമാണ് ഫാത്തിഹ എന്ന് പറഞ്ഞാൽ. ഞാൻ വളരെ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചത്. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഒരു വിശാലമായ കടലാണ്. അത് നമ്മളൊക്കെ ജീവിതത്തിൽ, നമ്മുടെ ആയുസ്സിൽ ഒരു തവണയെങ്കിലും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം മനസ്സിലാക്കി അതിന്റെ പരിഭാഷ വായിക്കുക എന്നുള്ളത് വളരെ വലിയ പുണ്യമുള്ള കാര്യമാണ്. നമ്മൾ 17 തവണ പാരായണം ചെയ്യുന്ന ഒരു കാര്യം, അതിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നത് എന്താണ് എന്ന് അറ്റ്ലീസ്റ്റ് നമ്മൾ മനസ്സിലാക്കൽ, അത് നമ്മുടെ ബാധ്യത കൂടിയാണ്. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥവും അതിന്റെ മഹത്വവും നമ്മൾ തിരിച്ചറിയുക, പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. 1-2 അറിയിപ്പുകൾ ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 31-ാം തീയതി ഞായറാഴ്ച നമ്മുടെ കേന്നം എടവണ്ണ മണ്ഡലം സമ്മേളനമാണ്. വൈകുന്നേരം 4:30 മുതൽ 9:30 വരെ മുണ്ടേങ്ങര മഹല്ല് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. കുടുംബസമേതം പങ്കെടുക്കാനുള്ള അവസരമുണ്ടാകും. പരമാവധി ആളുകൾ, ഭക്ഷണ സൗകര്യവും എല്ലാം ഉണ്ട്, പരമാവധി ആളുകൾ പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ആ മണ്ഡലം സമ്മേളനവുമായി ബന്ധപ്പെട്ടതാണ്. പരമാവധി ആളുകൾ അതുമായി സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ അടുത്ത പ്രദേശമായ പന്നിപ്പാറയിൽ പള്ളിമുക്കിൽ കഴിഞ്ഞ റമദാനിൽ പുതിയൊരു പള്ളി ഉണ്ടായിരുന്നു. പുതിയൊരു പള്ളി ഉദ്ഘാടനം കഴിഞ്ഞിരുന്നു. ആ പള്ളി, ആ മഹല്ലുമായി ബന്ധപ്പെട്ട് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ആ പള്ളിയിൽ വരുന്നത്. ഇപ്പോൾ ആ പള്ളിയിൽ അതിന്റെ മെയിൻ്റനൻസും അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അവരെ കൊണ്ട് കഴിയാത്തത് കൊണ്ട് ഒരു ചെറിയ സഹായം നമ്മളുമായി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അടുത്തൊരു വെള്ളിയാഴ്ച ആ പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കളക്ഷൻ എടുക്കുന്നുണ്ട്. അതെല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. പരമാവധി ആ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകളെ സഹായിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സൽക്രമങ്ങളെയെല്ലാം അള്ളാഹു പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാവിധ തിന്മകളെയും പുറത്തു മാപ്പാക്കി തന്ന് നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെന്നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബക്കാരായ ആളുകൾ, സഹോദരങ്ങൾ, പണ്ഡിതന്മാരായ ആളുകൾ, അവരുടെ ഖബറിടത്തെ വിശാലമാക്കി കൊടുക്കണമെന്നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങൾക്കെല്ലാം ശമനം നൽകി അനുഗ്രഹിക്കണമെന്നാഥ. അള്ളാഹു ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ജോലികളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമെന്നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا